അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മൾ ചലഞ്ചാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന ക്രോസ് ബാറും അതേപോലെ വെയിറ്റ് ഷോട്ട് തന്നെയാണ് ഇതിലും. എന്താ വെച്ചാൽ ലെങ്തി വീഡിയോ ആണ്. ആകാശിന് ഒരു 5 കിക്ക് ഉണ്ടാവും, എനിക്കൊരു 5 കിക്ക് ഉണ്ടാവും, പിന്നെ ക്യാമറക്ക് പുറകിലെ രാജാവ് നമുക്കൊരു 5 കിക്ക് ഉണ്ടാവും. അപ്പോൾ ആര് ജയിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റ് ആക്കിയോളി. അടുത്ത ചലഞ്ച് എന്ത് വേണമെന്നുള്ളതും അതും നിങ്ങൾ കമൻ്റ് ആക്കിയോളി. ഓക്കെ, പോയേക്കാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് കിക്ക് ഞാൻ എടുക്കാം, എല്ലാവരും എടുക്കാൻ റെഡിയല്ല. ഫസ്റ്റ് കിക്ക് 5 കിക്കല്ലേ, കണ്ടോളി, വീഡിയോ ഫുള്ളായി കണ്ടോളി. ആദ്യം ക്രോസ് ബാർ ഉണ്ടാവും, പിന്നെ കഴിഞ്ഞിട്ട് വെയിറ്റ് ഷോട്ട് കിട്ടും. അതും വേണം നിങ്ങൾ ഗസ് ചെയ്യാം. രണ്ടും അടിക്കാണല്ലോ മോനെ. മൂന്നടി കൂടി ഉണ്ട്, അത് 3 ഞാൻ കൊണ്ടുപോയി പൊളിച്ചു. ഇതിലെന്തായാലും വിന്നർ ഞാനേക്കാരം. ഇനി 2 അടി. ഒന്നേല് കൊള്ളിച്ചില്ലേ, മോശല്ലേ? രണ്ടാമത്തെ കിക്ക് ആകാശം എടുക്കണേ. വെയിറ്റ് ചെയ്തോളി, എല്ലാം കിക്ക് കേൾക്കാറോ പൊള്ളിച്ച് എത്ര നോക്കി. ഇതില് നമ്മളെല്ലാരും ഈക്വൽ ആണെങ്കിൽ റീടേക്ക് ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും 3 വീക്ക് കൂടി. എനിക്ക് ആകാശം ഒരു പ്രശ്നമുണ്ട്. ഞാൻ 5 പുറത്ത് കടിച്ചു, ആകാശം 5 പുറത്ത് കടിച്ചു. അങ്ങനെ 3-ാമത്തെ അടി കൊള്ളൂല. പവർ ഷോട്ടും കൂടി കൂട്ടിയാട്ടോ. വെയിറ്റ് ഷോട്ടിലാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് സ്കോർ ചെയ്യും. 4, 5, 10 കടിച്ചു. ഒന്നുകൂടി മെച്ചുണ്ട്. നോക്കാം. ഞമ്മക്കേ ചിരിച്ചോ, ക്യാമറ ബാക്കിൽ നിന്ന് വിളിച്ചോ. ഞമ്മക്കേ ഓൻ്റെത് കാണട്ടോ. കമോൺ. സംഭവം ചെലപ്പോ കൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇന്റെ ഒരു ബൂട്ട് ഇട്ടത്, അപ്പൊ ഇന്റെ ഒരു ഇതുണ്ടാവും. എന്താ വാമപ്പോ മോനെ, അടുത്ത വെയിറ്റ് ഷോട്ടിന്റെ തിരിക്കുക. ഇത് ഡ്രോ ആയി കഴിഞ്ഞാൽ 3 വീക്ക് കൂടി ഉണ്ടാവും ആകാശേ. 3 വീക്ക് കൂടി അങ്ങടിച്ചോ. ഇല്ല, ചാൻസ് ഇല്ല. യോ, ഫസ്റ്റ് ഷോട്ട് പൊള്ളിച്ച്. ഇതിലിപ്പോ ഞമ്മളാരായി? ഇവന്റെ 5 കൊള്ളും കാണേ. ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ ബൂട്ടാണ്, അതിന്റെ പവറാണ്. ഓ വെക്ക അടിച്ച എന്റെ ബൂട്ടിന്റെ പവറാണ്. ആ ഫസ്റ്റ് അടി ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് തന്നെ. 2 3 അടി. ഓൺ അല്ലാ, അടുത്ത്
4 3 വിളിച്ച് ജമ്മേ വിന്നർ ജന്നടാ വിന്നർ ജന്നെ കൈനി അടിച്ചെന്നാലു. ഓ അവിടെ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തിനി പന്തളി. അപ്പൊ ഗൈസ് ഞാനും ആകാശം 5 അടി 5 പുറത്ത് കടിച്ചു. നമ്മളെ ക്യാമറക്ക് ബാക്കിൽ രാജാവ് 3 കൊള്ളിച്ചു. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ തളരൂല, എന്ത് ചെയ്യും, ഞങ്ങൾ വെയിറ്റ് ഷോട്ടിൽ ഞങ്ങൾ ചലഞ്ച് ഞങ്ങൾ വിൻ ചെയ്യും. ആകാശേ ഇത് ഇനി വെയിറ്റ് ഷോട്ടാ, അത് നമ്മൾ ഇനി ഓൻ കൊടുക്കരുത്, ഇത് നമുക്കുള്ള. ഓ വെയിറ്റ് ഷോട്ട് ഇതേപോലെ 5 കിക്ക് ഉണ്ടാവും. അത് നിങ്ങളാണ് കമന്റ് ആക്കണ്ടേ. ആകാശ വാ ക്രൈമില് ബാജി. അപ്പം വെയിറ്റ് ഷോട്ട് 5 അടി ഞങ്ങൾക്കുണ്ടാവും, എനിക്കുണ്ടാവും, അവനുണ്ടാവും. അത് ഓലല്ല കമന്റ് ആക്കണ്ടേ, ആരെ കിക്കാണ് ഏറ്റവും പവർ എന്നുള്ളത്. കമന്റ് ബോക്സിൽ 3 കമന്റ് പിന്നെ വെക്കും, അതിൽ ഏറ്റവും കൂടുതൽ ലൈക്കാക്കി നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളി, കമന്റിങ് വരട്ടെ, അതിൽ ആരാ വിന്നർ എന്നുള്ള നിങ്ങളെ സെലക്ട് ചെയ്യണം. അപ്പം വീഡിയോ പോവാം. ആരാ ഫസ്റ്റ് അടിക്കണേ? ഞാൻ അടിച്ച. അപ്പം അതിനൊരു ഹുക്കില്ല. നേരത്തെ ഫസ്റ്റ് ഞാൻ അടിച്ച്. പക്ഷെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ തൊള്ളന്ന് വരുന്നില്ല ഇംപ്രഷൻ. ഇങ്ങനെ കൂലിങ്ങിട്ട് ക്രോസ് ബാർ അടക്കം പോകും കണ്ടാ മതി. ബാർമത് സൂമാക്കണ്ടേ, ബാറൊക്കെ തരിച്ചിനി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. 2 അടി. ഇതിലെന്താ വരും, എല്ലാരും തുല്യക്കാരും മിക്കവാറും ഒരേ ലെവലിൽ പ്ലേയേഴ്സാ. മൂന്നായിട്ടുള്ള ബോസ് തിരക്കൂട്ടില്ലേ, അതിന്റെ പവർ കൂട്ടാന്നൊക്കെ മുട്ടി നിൽക്കുക അടിച്ചാനി. നമ്മൾ എന്ത് ചെയ്യാറോ, ക്രോസ് ബാറും ഹെഡ് ഷോട്ടും കൂടെ ആക്കും. ക്രോസ് ബാറും ഹെഡ് ഷോട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഫൈനൽ അടി നമ്മളിപ്പോൾ വന്നിരിക്കാൻ കൊണ്ട് കുഴങ്ങി. എന്നാലും ഇത് ക്രോസ് ബാർ അഹങ്കാരം പറഞ്ഞില്ല, വെയിറ്റ് ഷോട്ട്. അപ്പൊ ഇപ്പൊ തന്നെ കമന്റ് ഇട്ട് തുടങ്ങിയോളി. ഇതോ നമ്മൾ കൊടുക്കരുത് ഈ ചലഞ്ച്. ഇതൊന്നല്ലേ ചെയ്യല്ലേ ഞാൻ പന്ത് പൊട്ടിനിപ്പോ. കിട്ടില്ല. ഞാൻ തന്നെ കമന്റ് ഇട്ടില്ല. ആകാശ് അടുത്ത ഷോട്ട് രണ്ടാമത്തെ തന്നെ പോണ സാധനം മുടുണ്ട്. എന്നാലും നോക്കാം. അത് തന്നെ പോണം. ഇതൊക്കെ മറ്റേ ഇല്ലം പോയി പന്തൊക്കെ അവിടത്തുമ്പോ ഇങ്ങനെ ആകുന്നുണ്ട്. നോക്കാം കമന്റ് ബോക്സ് കാണണം.
ഇതത്ര പോയിനൊന്നും തോന്നുന്നില്ല. ഇതന്നെ നിർണായക കേട്ടോ. പക്ഷേ ഒക്കെ ഒരു മിഡ് റേഞ്ച് ഷോട്ടാണ്. നോക്കാം, കമന്റിൽ നോക്കട്ടെ. ഇതിപ്പോ എന്താ ഉണ്ടാവുക അറിയോ? ആകാശിന്റെ ഫാൻസ് ഒക്കെ പാടെ വരും കമന്റ് ബോക്സിൽ. എന്നിട്ട് ആകാശ് ഇപ്പൊ ആര് ജയിച്ചാലും ആകാശേക്കാരും ജയിച്ച കമന്റിൽ നോക്കാം. അടുത്ത് ഞാൻ നമ്മളെ ക്യാമറക്ക് ബാക്കിലെ ആച്ചാവ് നോക്കാം. നമ്മള് ഓനാണ് ക്രോസ് ബാർ അടിച്ച് നമ്മൾ ഓനെ കൊടുക്കൂല. അപ്പോൾ ഫസ്റ്റ് ഷോട്ടാണ് എന്തോ ക്രോസിലൊക്കെ വെച്ചിട്ടുണ്ട് അടി. എനിക്ക് തോന്നുന്നു ആ സെറ്റ് പീസിങ്ങിൻ്റെ ആ പവർ വന്നിട്ടുണ്ട്. വെയിറ്റും ഉണ്ട്, ക്രോസ് ബാറും ഉണ്ട്. ഇതിന്നെ മുട്ടു ഓന്. ഇന്നെ വെല്ലാള പരിപാടിയാ, നടക്കൂല മോനെ. എൻ്റെ ആ പോസ്റ്റ് തരിച്ചിനി അതില്ലത്. ക്രോസ് ബാർ കൊണ്ടുപോയി. ഓക്കെ, വെയിറ്റ് ഷോട്ട് ഞങ്ങൾക്ക് തരില്ല മോനെ, ഞങ്ങൾ ആദ്യം എഴുതി വെച്ചതാ. വെയിറ്റ് കുറവാ, അത് കുഴപ്പമില്ല. ഒന്ന് ഉസാറുണ്ട്. എനിക്ക് തോന്നണ്ടല്ലോ, പാവല്ലേ നമ്മളെ മാനം കെടുത്തിൻ്റെ അച്ഛൻ വെള്ളം അടിച്ചു വന്നിട്ടുണ്ട് ബോസ്. പ്ലേസിങ് അല്ലേ മോനെ, കണ്ണിങ് പ്ലെയറാ. എത്രണ്ണായി? 3 4 4 4 എനിക്കൊന്ന് ഹുക്കായിട്ട് തോന്നിയില്ല കേട്ടോ. അല്ലേ ആകാശേ? ഇത് വെയിറ്റ് എന്ന് പറയാൻ മാത്രല്ലേ, സിദ്ധോൻ തെളിയിക്കോ എനിക്കറിയില്ല. ഞമ്മക്ക് വിട്ടെന്നാണോ നീ ഇത്ര എന്താണ്? പക്ഷെ എൻ്റെ വീട്ടിടുമ്പോ ഈ പവറല്ലേ വേണ്ടിയത്. എൻ്റെ പവർ കൂടി ഞങ്ങൾക്ക് വരേണ്ടിയാണ്. ഏത്? ഓ, ബാറുമ്പൊക്കെ അവൻ 2 അടിച്ചേ. ഓൻ ബാറിന്റെ ആളാ. ബാറിന്റെ ആളാ ഓന്. ഓനിതൊന്നും പറ്റില്ല, വെയിറ്റ് ഷോട്ടൊന്നും പറ്റില്ല. ചലഞ്ച് കംപ്ലീറ്റ് ആയി. ക്രോസ് ബാറിൽ ആരാ ജയിച്ചതെന്നുള്ളത് മിക്കതാണ് നമ്മളെ ക്യാമറക്ക് ഒരു രാജാവ്. അപ്പോൾ വെയിറ്റ് ഷോട്ടിൽ ആരാ ജയിച്ചതെന്നുള്ളത് ഞങ്ങൾ രണ്ടുള്ള കൺഫ്യൂഷനാണ്. അത് നിങ്ങൾ കമൻ്റ് ആക്കിയിട്ട് അറിയിക്കും. പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ബൈ. സബിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി പോയി.